ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഓക്കെ, ശ്ലോകം 5. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം, സ്കന്ധം 1, അധ്യായം 15, ശ്ലോകം 5. അർജുനോവാച വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണാ യേന മേ പഹൃതം തേജോ ദേവ വിസ്മാപനം മഹത്. വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണാ യേന മേ പഹൃതം തേജോ യേന മേ പഹൃതം തേജോ ദേവവിസ്മാപനം മഹത്. വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണാ യേന മേ പഹൃതം തേജോ ദേവവിസ്മാപനം മഹത്. ശ്ലോകം. ഹരേ കൃഷ്ണ പ്രഭു. നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ യേന മേ പഹൃതം തേജോ ദേവവിസ്മാപനം മഹത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അർജുന ഉവാച വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണാ യേന മേ അപഹൃതം തേജോ ദേഹവിസ്മാപനം മഹത്. കൃഷ്ണ പ്രഭുജി. താങ്ക് യു. വിവർത്തനം ഹരേ കൃഷ്ണ പ്രഭു. യെസ്, വായിക്കും. അർജുന ഉവാച വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണാ യേന മേ പഹൃതം തേജോ ദേവവിസ്മാപനം മഹത്. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ കി ജയ. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കട്ടെ. വായിക്കും. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അർജുനൻ പറഞ്ഞു, അല്ലയോ രാജാവേ, എന്നെ ഒരുറ്റ സുഹൃത്തിനെ പോലെ തന്നെ കരുതി പെരുമാറിയിരുന്ന പരമദിവ്യോത്തമ പുരുഷനായ ഹരി എന്നെ ഏകനായി ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. അങ്ങനെ ദേവന്മാരെ പോലും വിസ്മയിപ്പിച്ചിരുന്ന എന്റെ അമ്പരപ്പിക്കുന്ന ശക്തി മേലിൽ എന്നോടൊപ്പമില്ല. ഭാവാർത്ഥം. ഭഗവത്ഗീത 10:41 ഭഗവാൻ ഇപ്രകാരം പറയുന്നു: സമ്പത്തിലും ബലത്തിലും സൗന്ദര്യത്തിലും ജ്ഞാനത്തിലും കൂടാതെ ഭൗതികമായി അഭിലഷണീയമായ എല്ലാറ്റിലും സവിശേഷമായി പ്രഭാവശാലിയും സമൃദ്ധനുമായ ആരെയും എന്റെ സമ്പൂർണ്ണ ശക്തിയുടെ ഒരു നിസ്സാരമായ കണികയുടെ ഉൽപ്പന്നമായി കണക്കാക്കേണ്ടതാണ്. ആകയാൽ ഭഗവാനാൽ അനുഗ്രഹീതരാകാതെ ആർക്കും ഒരളവിലും സ്വതന്ത്രമായി ശക്തരാകാൻ കഴിയില്ല. ഭഗവാൻ തന്റെ ശാശ്വത നിത്യമുക്ത സഖാക്കളോടൊപ്പം ഭൂമിയിൽ അവതരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം ദിവ്യശക്തി പ്രദർശിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല, തന്റെ സഹചരന്മാരായ ഭക്തന്മാർക്കും തന്റെ അവതാര ദൗത്യം പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ ശക്തി നൽകി അനുഗ്രഹിക്കുന്നു. ഭഗവത്ഗീത 4:5 ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു: ഭഗവാനും അദ്ദേഹത്തിന്റെ നിത്യസഖാക്കളും പലതവണ ഭൂമിയിൽ അവതരിക്കുന്നു. ഭഗവാൻ ആ അവതാരങ്ങളുടെ വ്യത്യസ്ത ഭൂമികളെയെല്ലാം ഓർക്കുന്നു. എന്നാൽ ഭഗവാന്റെ പരമേച്ഛയാൽ സഖാക്കൾ അതൊക്കെ വിസ്മരിക്കുന്നു. അതേപോലെ അദ്ദേഹം ഭൂമിയിൽ നിന്ന് തിരോഭവിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നിത്യസഖാക്കളെയും അദ്ദേഹത്തോടൊപ്പം തിരികെ കൊണ്ടുപോകുന്നു. അർജുനനിൽ നിക്ഷിപ്തമായിരുന്ന തേജസ്സും ശക്തിയും ഭഗവാന്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ ആവശ്യമായവയായിരുന്നു. എന്നാൽ ദൗത്യം പൂർത്തിയായതോടെ ആ അടിയന്തര ശക്തികൾ അർജുനനിൽ നിന്ന് പിൻവലിക്കപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ ദേവന്മാരെ പോലും വിസ്മയിപ്പിക്കുന്ന അർജുനന്റെ അമ്പരപ്പിക്കുന്ന ശക്തികൾ മേലിൽ ആവശ്യമില്ലായിരുന്നു. മാത്രവുമല്ല, അവ സ്വഗേഹമായ ഭഗവദ്ധാമത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ ഉദ്ദേശിച്ചുള്ളതും അല്ലായിരുന്നു. അർജുനനെ പോലുള്ള മഹാഭക്തനു പോലും, അഥവാ സ്വർഗലോകത്തിലെ ദേവന്മാർക്കു പോലും ഭഗവാനാൽ ശക്തികൾ പ്രദാനം ചെയ്യാനും പിൻവലിക്കാനും സാധ്യമെങ്കിൽ അത്തരം ശ്രേഷ്ഠാത്മാക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ വെറും നിസ്സാരന്മാരായ സാധാരണ ജീവാത്മാക്കളുടെ കാര്യം എന്തു പറയാൻ? പാഠം എന്തെന്നാൽ, ആകയാൽ ഭഗവാനിൽ നിന്നും കടം വാങ്ങിയ തന്റെ ശക്തിയിൽ ആരും അഹങ്കരിക്കരുത്. മറിച്ച് സ്വബോധമുള്ള ഒരുവൻ അത്തരം അനുഗ്രഹങ്ങൾക്ക് ഭഗവാനോട് കടപ്പെട്ടവനായിരിക്കുകയും അത്തരം ശക്തികൾ ഭഗവത് സേവനത്തിനായി നിശ്ചയമായും വിനിയോഗിക്കുകയും ചെയ്യണം. അത്തരം ശക്തികൾ
എപ്പോൾ വേണമെങ്കിലും ഭഗവാന് പിൻവലിക്കാൻ കഴിയും. ആകയാൽ അവിധമുള്ള ശക്തിയുടെയും ഐശ്വര്യത്തിന്റെയും ഉത്തമ വിനിയോഗം അവയെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുത്തുകയാകുന്നു. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വഞ്ചിതോഹം മഹാരാജ ഹരിണ ബന്ധുരൂപിണ യേന മേ ഭരതം തേജോ ദേവ വിസ്മാപനം മഹത്. അർജുനൻ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. യുധിഷ്ഠിര മഹാരാജാവ് അർജുനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് നിങ്ങളുടെ വിഷമം, പറയൂ. ഒരുപാട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് പകരം ഒരുപാട് ഇൻഡയറക്റ്റ്ലി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു അല്ലേ. കാര്യം അർജുനന് വിഷമമുണ്ട്. അർജുനന് യുധിഷ്ഠിര മഹാരാജന് ഓൾറെഡി അറിയാമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഹിൻഡ് കിട്ടിയിട്ടുണ്ട് കൃഷ്ണൻ തിരിച്ച് സ്വധാമത്തിലേക്ക് പോയി എന്നുള്ളത്. അർജുനനെ കൂടുതൽ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി യുധിഷ്ഠിര മഹാരാജാവ് നേരിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നില്ല. മറ്റുള്ളവരെ കുറിച്ചൊക്കെ ചോദിച്ച് അങ്ങനെയായിരുന്നു അദ്ദേഹം ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നത്, ക്ഷേമം ചോദിക്കുന്നുണ്ടായിരുന്നത്. അവസാനം അർജുനൻ ഇനി പറഞ്ഞു തുടങ്ങുവാണ്. കാര്യം അർജുനൻ്റെ ആ ഒരു വിഷാദം ഇതേപോലെ യുധിഷ്ഠിര മഹാരാജാവ് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇതേ വിഷാദം, ഇതേപോലെ ഒരു സിറ്റുവേഷൻ അർജുനൻ ഫേസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണത്? കുരുക്ഷേത്ര ഭൂമിയിലും അർജുനൻ ഇതുപോലെ വിഷാദത്തിലായിരുന്നു അല്ലേ. അതുകൊണ്ട് വിഷാദ യോഗം എന്നാണ് അർജുനൻ്റെ വിഷാദ യോഗം എന്ന ആദ്യത്തെ ചാപ്റ്റർ തന്നെ അല്ലേ ഭഗവത്ഗീതയുടെ പേര്, ഭഗവത്ഗീത ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? അവിടെ ബന്ധുക്കളോട്, അത് സ്വന്തം ഇഷ്ടത്തിനായിരുന്നു, ബന്ധുക്കളോട് യുദ്ധം ചെയ്യാനുള്ള ഒരു മടിയായിരുന്നു. ഓക്കെ. ഇവിടെ എന്താണ്? ഇവിടെ വിരഹമാണ്. വിരഹം. ആരോടാണ് വിരഹം തോന്നുന്നത്? ഭഗവാനെ പിരിഞ്ഞതിൻ്റെ വിഷമത്തിലാണ് അദ്ദേഹം. അന്ന് നേരത്തെയും ഇതുപോലെ കുരുക്ഷേത്ര ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ തൊണ്ട ഇടറിയിരുന്നു, കൈകൾ വിറച്ചിരുന്നു, കണ്ണുകളിൽ നിന്ന് വെള്ളം കണ്ണുനീര് വരുന്നുണ്ടായിരുന്നു. അർജുനൻ പറയുന്നുണ്ടായിരുന്നു അല്ലേ ഭഗവത്ഗീത, എനിക്ക് ഒന്നും സാധിക്കുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ഒന്നും ചിന്തിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ അതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ബന്ധുജനങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന വിഷാദം ഭൗതിക തലത്തിലുള്ള വിഷാദമായിരുന്നു. കാര്യം ബന്ധുജനങ്ങളുടെ അവരെ കൊല്ലുന്നു, അപ്പോൾ അവരുടെ ശരീരം നശിക്കുന്നുള്ളൂ, അതുപോലും അർജുനൻ ചിന്തിക്കുന്നില്ല ആ സമയത്ത് അല്ലേ. ഭഗവാൻ അതുകൊണ്ടാണ് ഭഗവത്ഗീത പറഞ്ഞത്, 2ാമത്തെ ചാപ്റ്റർ മുതൽ ആത്മാവാണ് ശരീരമല്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് തന്നെ. അവിടെ അദ്ദേഹം അറ്റാച്ച്മെൻറ്റ്, അതായത് ശരീരത്തോട് തോന്നുന്ന ഒരു അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ ബന്ധുജനങ്ങളോട് തോന്നുന്ന അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി അത് ആ ഒരു കണക്ഷൻ നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടും നമ്മുടെ സ്വന്തം ആൾക്കാരെന്ന് നമ്മൾ പറയുന്നവരായിട്ട് ആക്ച്വലി നമ്മുടെ കണക്ഷൻ എന്താ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആക്ച്വലി നമ്മുടെ കണക്ഷൻ ശരീരം തമ്മിലേ കണക്ഷനുള്ളൂ. ആത്മീയ തലത്തിൽ കണക്ഷനില്ല. കാര്യം ഇതിന് മുമ്പ് കണക്ഷൻ ഉണ്ടെങ്കിൽ ആ കണക്ഷൻ പെർമനൻ്റ് ആയിരിക്കും. ഇതിനു മുമ്പുള്ള ജന്മത്തിലും നമ്മൾ ഒരേപോലെ ഒരുമിച്ചുണ്ടായനെ. ആക്ച്വലി അങ്ങനെയല്ല. കർമ്മം അനുസരിച്ചിട്ട് ഓരോ ജന്മത്തിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വേറെ അച്ഛനും അമ്മയും, മക്കൾ വേറെ, എല്ലാം വേറെ, ഭാര്യ ഭർത്താവ് എല്ലാം വേറെ വേറെ, കർമ്മം അനുസരിച്ച് കിട്ടുന്നതാണ്. ടെമ്പററി ആണ് ഇതെല്ലാം താൽക്കാലികമായിട്ടുള്ള റിലേഷൻസാണ് അല്ലേ. എന്നാൽ ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ അങ്ങനെയല്ല, പെർമനൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കുന്നില്ല ആരും. അർജുനൻ അവിടെ കരഞ്ഞതും വിഷമിച്ചതും ആക്ച്വലി ആ ശരീരബോധത്തിൽ ആയിരുന്നു അപ്പോഴും അദ്ദേഹം. ആക്ച്വലി അർജുനൻ അങ്ങനെയല്ല. അർജുനൻ ശുദ്ധഭക്തനാണെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് വലിയ തത്വം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷാദം അന്ന് ആ സമയത്ത് വ്യത്യാസമുണ്ടായിരുന്നു. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ വിരഹമാണ് നേരത്തെ പറഞ്ഞ പോലെ വിരഹം, ഭഗവാനെ പിരിഞ്ഞതിൻ്റെ വിഷമം. അതായത് ഭഗവാൻ നിത്യവും ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ നിത്യവുമുള്ള ഭഗവാൻ ചില സമയങ്ങളിൽ അവതാരമെടുത്ത് വരുന്നു.
അവതാരം എടുത്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്തരും വരുന്നു, ഭഗവാൻ കൊണ്ടുവരുന്നു, ലീലകൾ ചെയ്യുന്നു. ചില സമയത്ത് ഭഗവാൻ പോകുന്ന കൂട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. ചില സമയങ്ങളിൽ ഭഗവാൻ പോയതിന് ശേഷം കുറച്ച് കാലം കൂടെ ഭക്തർക്ക് ഇവിടെ നിൽക്കാൻ ഉള്ളൊരു അവസരം കൊടുക്കുന്നുണ്ട്. ഇതേ സിറ്റുവേഷൻ ഉദ്ധവരുടെ കാര്യത്തിലും കാണാം. 3-ാമത്തെ സ്കന്ധത്തിൽ ഉദ്ധവർക്ക് കൃഷ്ണനെ പിരിഞ്ഞ് ഉള്ള വിഷമം എത്ര 3-4 ചാപ്റ്ററിലായിട്ട് വിദുരനോട് പറയുന്നുണ്ട്. 3-ാമത്തെ സ്കന്ധം തുടങ്ങുന്നത് എങ്ങനെയാണ്? വിദുരരും ഉദ്ധവനും തമ്മിലുള്ള സംവാദമാണ്. അവിടെ ഉദ്ധവരുടെ സ്ഥിതിയും ഇത് തന്നെയാണ്. കൃഷ്ണനെ പിരിഞ്ഞതിൻ്റെ വിഷമമാണ്, വിരഹത്തിലാണ്. അദ്ദേഹത്തിന് കണ്ണുകളിൽ നിന്ന് വെള്ളം വരുന്നു, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സ്വാത്വികമായിട്ടുള്ള വികാരങ്ങൾ വരുന്നു. കാര്യം ഭഗവാനെ പിരിഞ്ഞതുകൊണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ അർജുനൻ തോന്നുന്നത്. നമുക്ക് ഇങ്ങനെ ഒരുപാട് കമ്പാരിസൺ നമുക്ക് ചെയ്യാം. ഭാഗവതം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻസ്റ്റൻസിൽ ഒരേപോലെ. അപ്പോൾ നമ്മൾ ഭാഗവതം പഠിക്കുന്ന സമയത്ത് ഇതേപോലെ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻ വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറെ ലീലകളിൽ നമ്മളിതുപോലെ ഉണ്ടോ? അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഉദ്ധവരുടെ സെക്ഷൻ ഏകദേശം ഇതേപോലെ തന്നെയാണ്. അദ്ദേഹം കൃഷ്ണനെ പിരിഞ്ഞു. കാര്യം വിദുര മഹാത്മ ചോദിക്കുകയാണ്. എഗെയിൻ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇതേപോലെയാണ്, യുധിഷ്ഠിര മഹാരാജനെ പോലെ വളഞ്ഞാണ് ചോദിക്കുന്നത്. കാര്യം ഉദ്ധവന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. അപ്പോൾ അദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് അവസാനമാണ് പോയിന്റിലേക്ക് എത്തുന്നത്, കൃഷ്ണൻ്റെ കാര്യം പറയുന്നത്. അതിനു മുമ്പ് അദ്ദേഹം വേഷ്ണിയിലുള്ള ആളുകളെ കുറിച്ചും എല്ലാവരെയും കുറിച്ചും ഇതേപോലെ തന്നെ യുധിഷ്ഠിര മഹാരാജ് ചോദിച്ച അതേ സ്റ്റൈലിൽ തന്നെയാണ് അവിടെയും കാണാൻ പറ്റുന്നത്. ഉദ്ധവർ ഓരോന്നും പറഞ്ഞ് മുന്നോട്ട് പോവാണ്. എന്നിട്ട് അദ്ദേഹത്തിന് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം കരയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാനുള്ള സമയത്ത് കൃഷ്ണൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എന്നിട്ടും എനിക്ക് മനസ്സിലായില്ലല്ലോ, ഞാൻ വേണ്ട രീതിയിൽ ആ ഒരു അവസരം ഉപയോഗിച്ചില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണൻ, സുഹൃത്തായിട്ടും എൻ്റെ ബന്ധുവായിട്ടും. പക്ഷെ ഞാൻ വേണ്ട രീതിയിൽ ആ ഒരു അവസരം എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വിഷമമായിരുന്നു. ഇവിടെ അർജുനനും അത് തന്നെ. അർജുനൻ ഇനി മുന്നോട്ട് പറയും. ഈവൻ ഭഗവത്ഗീതയിൽ വിശ്വരൂപം കാണിച്ചതിന് ശേഷം അർജുനൻ പറയുന്നുണ്ട്, വിശ്വരൂപം കണ്ടതിന് ശേഷം അർജുനൻ പറയുന്നുണ്ട്, ഓ കൃഷ്ണ, ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ പലപ്പോഴും അങ്ങേ കളിയാക്കിയിട്ടുണ്ട്, ഒരുമിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഒരുമിച്ച് ഒരേ കിടക്കയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്, പലതവണ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്, അറിഞ്ഞില്ല, പരമദിവ്യോത്തമ പുരുഷൻ്റെ അടുത്താണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ അർജുനൻ്റെയും ഉദ്ധവരുടെയൊക്കെ ഹൃദയത്തിൽ കൃഷ്ണൻ്റെ സ്ഥാനം വലിയ സ്ഥാനമാണ്. അവരെല്ലാം ഇവർ ശുദ്ധഭക്തരാണ്. അപ്പോൾ അവർക്ക് കൃഷ്ണനെ പിരിയാൻ വയ്യ. അപ്പോൾ അതാണ് ഇവിടെ ഇപ്പോൾ അർജുനന് തോന്നുന്ന ആ വിരഹം, ആ ഒരു വേദന, അത് ഒന്നും കൂടെ അത് വ്യത്യാസമുണ്ട് നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ. ഇവിടെ ആത്മീയ തലത്തിലുള്ള ആ ഒരു വേദനയാണ് അദ്ദേഹത്തിനുള്ളത്. പറയുന്നു, ഇവിടെ വിഷമത്തോടു കൂടി പറയുന്നു, ഹരി, എൻ്റെ സുഹൃത്ത്, എൻ്റെ വളരെ പ്രിയപ്പെട്ട, എന്നെ സുഹൃത്തായി കണ്ട ഹരി, പരമദിവ്യോത്തമ പുരുഷൻ ഹരി കൃഷ്ണൻ എന്നെ വിട്ടുപോയിരിക്കുന്നു. അങ്ങനെയാണ് അർജുനൻ പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ പോയപ്പോൾ എൻ്റെ എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടു. ശക്തികൾ കൃഷ്ണൻ അർജുനന് എല്ലാ ശക്തിയും കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അർജുനൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാം, അർജുനനെ പോലെ വേറെ ഒരു ക്ഷത്രിയൻ ഉണ്ടായിരുന്നില്ല. ഭഗവാൻ ശിവൻ വരെ അർജുനൻ്റെ ശക്തിയിൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അസ്ത്രം കൊടുത്തിട്ടുണ്ട്. വായുദേവൻ, അങ്ങനെ ഒരുപാട് ദേവതമാർ അർജുനൻ്റെ ശക്തി കണ്ട് അവർക്ക് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അവർ അത്രമാത്രം ശക്തിയായിരുന്നു. അതെല്ലാം എവിടുന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? കൃഷ്ണൻ കൊടുത്തതായിരുന്നു. അതാണ് അർജുനൻ പറയുന്നത്, എല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ ശക്തിയെല്ലാം നഷ്ടപ്പെട്ടു, ഒന്നുമില്ല എൻ്റെ കയ്യിൽ. അർജുനന് ശക്തി പോയതിൻ്റെ ബുദ്ധിമുട്ടല്ല, വിഷമമല്ല. ഇനി അത് വിചാരിക്കേണ്ട നമ്മൾ. അർജുനൻ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ശക്തി ഉണ്ടായിരുന്നത്. അതായത് എൻ്റെ ശക്തി ആയിരുന്നില്ല അത്, ഭഗവാൻ ഉള്ളത് കൊണ്ട് ഭഗവാന്റെ ശക്തിയായിരുന്നു അത്. എന്നിൽ അദ്ദേഹം കുറച്ച് സമയത്തേക്ക് എനിക്ക് വേണ്ടി തന്നു. അത് എൻ്റെ പെർമനൻ്റ് ആയിട്ടുള്ള ശക്തിയല്ല. ഭഗവാനെ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുകയാണ് അർജുനൻ. നമ്മളെപ്പോലെയല്ല.
അതാണ് പ്രഭുപാദ് ഭാവാർത്ഥത്തിലും പറയുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് പറയുവാണ്, നമ്മളെ മനസ്സിലാക്കിപ്പിക്കുകയാണ് അർജുനൻ. അതായത് നമ്മൾ വിചാരിക്കേണ്ട, നമുക്ക് എന്തെങ്കിലും കഴിവുകൾ ഭഗവാൻ തന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ശക്തികൾ ഭഗവാൻ തന്നിട്ടുണ്ടെങ്കിൽ, ശക്തി ആവട്ടെ, കഴിവാവട്ടെ, എന്തെങ്കിലും സ്കില്ലാവട്ടെ, എന്തു വേണമെങ്കിൽ ആവട്ടെ, ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ് എന്നുള്ളത് ഏത് സമയം വേണമെങ്കിലും തിരിച്ചെടുക്കാം. ഒരിക്കലും അതുകൊണ്ട് നമ്മൾ അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം എൻ്റെ, ഞാൻ നന്നായി പാടുന്നു, മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യുന്നു, ഞാൻ നന്നായി ക്ലാസ് എടുക്കുന്നു, മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ നന്നായി വരയ്ക്കുന്നു, മറ്റുള്ളവരെ ഇമ്പ്രസ് ആവുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ക്ലാപ്പ് അടിക്കുന്നു, സന്തോഷം, കൈയടിക്കുന്നു, ഡാൻസ് കളിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടമാവുന്നു. അപ്പം നമ്മൾ ഞാൻ ചെയ്തു. ഈ ഭൗതിക ലോകത്തിലെ എല്ലാവരുടെയും ചിന്ത ജനറലി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ എൻ്റെ കഴിവ്, ഞാൻ എന്ത് ഞാൻ, ഒന്നുമല്ല. അർജുനനെ പോലുള്ളൊരു മഹാശക്തിശാലിയായിട്ടുള്ള അർജുനൻ പറയുകയാണ്, എൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം കൃഷ്ണൻ്റെ ശക്തിയായിരുന്നു എന്നിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നത്. കൃഷ്ണൻ തിരിച്ചു പോയപ്പോൾ കൂടെ ശക്തിയും പോയി. അതാണ് പ്രഭുപാജി ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നു. 10:41 ഭഗവാൻ പറയുന്നുണ്ട്, യദ്യത് വിഭൂതിമത് സത്വം ശ്രീമത് ഊർജിതം ഏവവ തത്തത് ഏവാഗച്ഛതം മമ തേജോ അംശ സംഭവം. ആരിലെങ്കിലും എന്തെങ്കിലും ഒരു കഴിവോ സൗന്ദര്യമോ എന്തെങ്കിലും, അല്ലെങ്കിൽ ഭംഗിയോ എന്തെങ്കിലും നമുക്ക് അത്ഭുതം തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലാക്കണം, എൻ്റെ ശക്തിയുടെ ഒരു ചെറിയൊരു അംശം മാത്രമാണ്, കണം മാത്രമാണ്. നമുക്ക് വളരെ ഭംഗിയായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്ഭുതമായിട്ട് നമുക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ലോകത്ത് മനസ്സിലാക്കണം, ഭഗവാൻ പറയുകയാണ്, എൻ്റെ ശക്തിയുടെ ഒരു ചെറിയൊരു കണം മാത്രമേ ഉള്ളൂ അത്. അപ്പോൾ ഇതെല്ലാം വരുന്നത് എവിടെ നിന്നാണ്? ഭഗവാനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ശിലപ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, അത് എടുത്തു പറയുന്നു. കൃഷ്ണൻ വരുന്ന സമയത്ത്, അദ്ദേഹം അവതരിക്കുന്ന സമയത്ത് അദ്ദേഹം തനിയല്ല വരുന്നത്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും അദ്ദേഹത്തിൻ്റെ പാർശ്വതരെയും ഒക്കെ കൊണ്ടുവരും. അങ്ങനെ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഓരോരുത്തർക്ക് ഓരോ സ്പെഷ്യൽ ശക്തികൾ കൊടുക്കും. കാര്യം അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ, ഭഗവാന്റെ ദൗത്യം ഉണ്ടാവും അല്ലേ, ഒരു മിഷനോട് കൂടിയിട്ടാണ് ഭഗവാൻ വരുന്നത്. അപ്പോൾ അത് നടക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ നിമിത്തമായിട്ട് വരുന്നുണ്ട്. അതിലൊരു നിമിത്തമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അർജുനൻ. അർജുനനെ നിമിത്തമാക്കി കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നു. നിമിത്തമാത്രം ഭവ സവ്യസാച്ചി അല്ലേ. അപ്പോൾ ഈ ശക്തി എവിടെ നിന്ന് വരുന്നു? എല്ലാം അർജുനന് കൊടുത്തിട്ടുള്ളത് കൃഷ്ണനാണ്. കൃഷ്ണൻ പോയപ്പോൾ ആ ശക്തിയും നഷ്ടപ്പെടുന്നു, പോകുന്നു കൂടെ. അതാണ് പ്രഭുപാജി ഇവിടെ പറയുന്ന അവസാനം ഭാവാർത്ഥത്തിൽ പറയുന്നു, ഇതാണ് നമ്മുടെ പാഠം, നമ്മളിതിൽ നിന്ന് പഠിക്കേണ്ട പാഠം ഇതാണ്. ആരും അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഭഗവാനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കഴിവുകളാണ്. രസോഹം അപ്സു കൗന്തേയ പ്രഭാംസി സൂര്യയോ പ്രണവ സർവവേദേഷു ശബ്ദാഖേ പൗരുഷം നൃഷു. ആ ശ്ലോകത്തിൽ പറയുന്നു, പൗരുഷം എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള എബിലിറ്റീസ്, നമ്മളിലുള്ള കഴിവുകൾ. ഭഗവാൻ പറയുന്നു അത് ഞാനാണ് എന്നുള്ളത്. അപ്പം അദ്ദേഹമാണ്. നമുക്ക് അഹങ്കരിക്കാൻ വേണ്ടി ഒന്നുമില്ല നമ്മുടെ കയ്യിൽ, സത്യം പറയുകയാണെങ്കിൽ ഒന്നുമില്ല. അതുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രഭുപാജി പറയുന്നു, എപ്പോൾ വേണമെങ്കിലും കൃഷ്ണൻ അത് തിരിച്ചെടുക്കാം. അതുകൊണ്ട് അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. ഉള്ള സമയത്ത് അതൊക്കെ എന്തെങ്കിലും കഴിവുകളും അല്ലെങ്കിൽ ശക്തികളും ഭഗവാൻ തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഐശ്വര്യങ്ങളും ഭഗവാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാര്യം ഇത് എപ്പോൾ വേണമെങ്കിൽ നഷ്ടപ്പെടാം. ഉള്ള സമയത്ത് നമ്മുടെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതല്ല, അല്ലെങ്കിൽ നമ്മൾ അഹങ്കരിച്ച് നടക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അത് ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ആ കഴിവ് തന്നിട്ടുള്ളത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. ഭഗവാൻ പാടാൻ ഒരാൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തിനാണ് കഴിവ്? ആക്ച്വലി ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി പാടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കഴിവ് കൊടുത്തിട്ടുള്ളത്, അല്ലാതെ മറ്റുള്ളവരുടെ ഇന്ദ്രിയങ്ങൾക്ക് സുഖം കൊടുക്കാനല്ല. ദേവലോകത്ത് കീർത്തനം നടക്കുന്ന സമയത്ത് ഗന്ധർവന്മാർ പാടും. ആക്ച്വലി അവിടെ പാടേണ്ടതും സ്തുതിക്കേണ്ടതും കൃഷ്ണനെയാണ്, ഭഗവാനെയാണ്. ഒരിക്കൽ അങ്ങനെ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇത് നാരദമുനിയുടെ മുന്നുള്ള ജന്മത്തെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം
ശൂദ്രാണിയുടെ പുത്രനായി ജനിക്കുന്നേക്കാൾ മുമ്പുള്ള സംഭവം, മുമ്പുള്ള ജന്മത്തിലെ അദ്ദേഹത്തിൻ്റെ കാര്യം. അദ്ദേഹം ഗന്ധർവനായിരുന്നു എന്ന് പറയുന്നു. ഗന്ധർവനായിരുന്ന നാരദമുനി അന്ന് നന്നായി ഗന്ധർവർ പാടും. അപ്പോൾ സാധാരണ അവിടെ ദേവസഭയിൽ കീർത്തനങ്ങൾ നടക്കും, ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ. അന്ന് എന്ത് സംഭവിച്ചു? ഗന്ധർവൻ, ഇദ്ദേഹം നാരദമുനി ആയിരുന്ന ഗന്ധർവൻ, അദ്ദേഹം അവിടെയുള്ള ദേവതമാരെ, സ്പെഷ്യലി ഇന്ദ്രനെയും മറ്റുള്ള ദേവതമാരെയും സ്തുതിച്ചുകൊണ്ട്, അവരെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനം ചൊല്ലി. അപ്പോൾ അവിടെ കുറച്ച് വരിഷ്ഠരായിട്ടുള്ള ഭക്തരുണ്ടായിരുന്നു, ഋഷിവര്യന്മാരുണ്ടായിരുന്നു, സപ്തഋഷികൾ, ഋഷിവര്യന്മാരുണ്ടായിരുന്നു. അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. കാര്യം കീർത്തനം ചൊല്ലേണ്ടത്, പാടാനുള്ള കഴിവ് ഭഗവാൻ തന്നിട്ടുള്ളത് ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ്, ഈവൻ ദേവതമാരെ പോലും സ്തുതിക്കാനല്ല. ഇതാണ് അങ്ങനെ ശാപം കിട്ടുന്നതാണ് അദ്ദേഹത്തിന്. ശാപം കിട്ടി ശൂദ്രപുത്രനായിട്ട് ജനിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ പാടാനുള്ള കഴിവ്, ഡാൻസ് കളിക്കാനുള്ള കഴിവ്, വരയ്ക്കാനുള്ള കഴിവ്, ആളുകളോട് സംസാരിക്കാനുള്ള കഴിവ്, അതായത് ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആധ്യാത്മിക ജ്ഞാനം കൊടുക്കാനുള്ള കഴിവോ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവോ, ഇതെല്ലാം തന്നിട്ടുള്ളത് ഭഗവാനാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ സർവീസിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടോ മറ്റുള്ളവരുടെ കൈയടി കിട്ടാനോ അപ്രീഷിയേഷന് വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആക്ച്വലി ഭഗവാൻ തന്നിട്ടുള്ള കഴിവ്, അല്ലെങ്കിൽ ഭഗവാന്റെ കഴിവ് കട്ടെടുത്ത് നമ്മൾ അത് കള്ളന്മാരെ പോലെ യൂസ് ചെയ്യുകയാണ്. എന്നിട്ട് പറയാം അത് എൻ്റെ ആണെന്ന് പറയുന്നു. വേറൊരാളുടെ സംഭവം എടുത്തിട്ട് എൻ്റെ ആണെന്ന് പറയുന്ന അവസ്ഥയാണ്. സോ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം. എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ടാവും. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ഭഗവാൻ തന്നിട്ടുണ്ട്. ആർക്കും ഒരു കഴിവില്ലാത്തവരില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ പലതും ഉണ്ടാവും. എന്താണെന്ന് നമുക്ക് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഭഗവാന് വേണ്ടി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, സർവീസിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കഴിവ് ഭഗവാൻ തന്നിട്ടുണ്ടാവും നമുക്ക്. ഒരിക്കലും വിചാരിക്കുമോ എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നുമില്ല, ഒരു കഴിവില്ല. സാധാരണ അങ്ങനെയല്ല. ശരിക്കും ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രം. മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഭഗവാന്റെ സർവീസിൽ യൂസ് ചെയ്യുക. അങ്ങനെ ഓക്കെ. അതാണ് നമ്മുടെ ലെസൺ ഈ ഒരു ശ്ലോകത്തിൽ നിന്ന്. അടുത്ത ശ്ലോകം 6. യസ്യ ക്ഷണവിയോഗേന ലോകോ ഹി അപ്രിയ ദർശനഃ ഉക്തേനാരഹിതോ ഹി ഏഷ മൃതക പ്രോച്യത്തെ യഥാ. ഹരേ കൃഷ്ണ. യസ്യ ക്ഷണവിയോഗേന ലോകഃ അപ്രിയദർശനഃ ഉക്തേന രഹിതോ ഹ്യേഷ മൃതക പ്രോച്യത്തെ യഥാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. നമോ ഭഗവതേ വാസുദേവായ. യസ്യ ക്ഷണവിയോഗേന ലോകോ ഹ്യപ്രിയദർശനഃ ഉക്തേന രഹിതോ ഹ്യേഷ മൃതക പ്രോച്യത്തെ യഥാ. ഹരേ കൃഷ്ണ. हरे कृष्ण प्रभु प्रणाम. यस्य क्षणवियोगेन लोको हि प्रियदर्शनः उक्तेन रहितो ह्येषा मृतः प्रोच्यते यथा. हरे कृष्ण. താങ്ക് യു. വിവർത്തനം ഭാവാർത്ഥം വായിക്കാം. हरे कृष्ण प्रभु. വിവർത്തനം ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ജഗദ്ഗുരു ശ്രീല പ്രഭുപാദ് കി ജയ്. ആരുടെ ഒരു ക്ഷണത്തെ വിയോഗം പോലും സമസ്ത പ്രപഞ്ചങ്ങളെയും ജീവനില്ലാത്ത ശരീരം എന്ന പോലെ ശൂന്യവും അഹിതകരവുമാക്കി മാറ്റുമോ? എനിക്ക് അദ്ദേഹത്തെ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു. ഭാവാർത്ഥം. യഥാർത്ഥത്തിൽ ഒരു ജീവാത്മാവിന് ഭഗവാനേക്കാൾ പ്രിയപ്പെട്ടവനായി ആരും തന്നില്ല. സംശയമായും അസ്യം അറിയിക്കുന്നു. ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ലല്ലോ.
ഹരേ കൃഷ്ണ മാതാജി, കേൾക്കുന്നില്ല, ആക്ച്വലി കട്ടാവുന്നുണ്ട് വോയിസ്. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭുജി? ആ വായിച്ചോളൂ, ഒരു മിനിറ്റ്. സോറി, രാധിക മാതാജി അല്ലേ വായിച്ചത് നേരത്തെ? ആണോ? ഹരേ കൃഷ്ണ. വിവർത്തനം. ആരുടെ ഒരു ക്ഷണത്തെ വിയോഗം പോലും സമസ്ത പ്രപഞ്ചങ്ങളെയും ജീവനില്ലാത്ത ശരീരം എന്ന പോലെ ശൂന്യവും അഹിതകരവുമായി മാറ്റുമോ, എനിക്ക് അദ്ദേഹത്തെ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു. ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. യഥാർത്ഥത്തിൽ ഒരു ജീവാത്മാവിന് ഭഗവാനേക്കാൾ പ്രിയപ്പെട്ടവനായി ആരും തന്നെയില്ല. ഭഗവാൻ സ്വാംശമായും വിഭിന്നാംശമായും അസംഖ്യം അവിഭാജ്യ ഘടകങ്ങളായി സ്വയം വിസ്തരിക്കുന്നു. പരമാത്മാവ് ഭഗവാന്റെ സ്വാംശഭാഗമാകുന്നു. അതേസമയം ജീവാത്മാക്കൾ യാതൊരു മൂല്യവുമില്ല എന്നതിനാൽ ജീവാത്മാവാണ് ഭൗതിക ശരീരത്തിന്റെ മുഖ്യ ഘടകം എന്നതുപോലെ പരമാത്മാവില്ലാതെ ജീവാത്മാവിന് ഒരു ഹരേ കൃഷ്ണ പരമാത്മാവിന് പരമപുരുഷ ഭഗവാനായ ശ്രീകൃഷ്ണനില്ലാതെ അസ്തിത്വമില്ല. ഇതിനെക്കുറിച്ച് സമഗ്രമായി ഭഗവത്ഗീതയിൽ വിശദീകരിച്ചിരിക്കുന്നു. അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു, അഥവാ പരസ്പരം ആശ്രയിച്ചു നിൽക്കുന്ന ഘടകങ്ങളിൽ ആണ് അവയെല്ലാം. അപ്രകാരം ആത്യന്തികമായി ഭഗവാനാണ് പരമസത്യവും അതുകൊണ്ട് തന്നെ എല്ലാറ്റിൻ്റെയും സുപ്രധാന തത്വവും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യസ്യ ക്ഷണവിയോഗേന ലോകോ ഹി അപ്രിയദർശനഃ ഉക്തേന രഹിതോ ഹി ഏഷ മൃതക പ്രോച്യത്തെ യത. അർജുനൻ പറയുന്നു, എനിക്ക് നഷ്ടപ്പെട്ടു. ആരെ? കൃഷ്ണനെ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആ വിയോഗം കൊണ്ടുള്ള വിയോഗം എന്ന് പറയുന്ന ഒരു നിമിഷം പോലും, വിയോഗത്തിൻ്റെ ഒരു നിമിഷം ശരിക്കും പറയുകയാണെങ്കിൽ ഈ ശൂന്യം, ലോകം മുഴുവനും ശൂന്യമാവുന്ന പോലെ തോന്നുവാണ്. അല്ലെങ്കിൽ ശരീരത്തിൽ ജീവനില്ലാത്ത പോലെയാണ് എനിക്ക് അത് അനുഭവപ്പെടുന്നത്. ശൂന്യായുധം ജഗത് സർവം ഗോവിന്ദ വിരഹേണമേ, അല്ലേ? മഹാപ്രഭു പറയുന്നുണ്ട്, ശൂന്യായുധം ജഗത് സർവം. ആ കൃഷ്ണനെ പിരിഞ്ഞിരിക്കുന്നത്, സെപ്പറേഷൻ, ശൂന്യമായിട്ട്, ലോകം മുഴുവനും ശൂന്യമായിട്ട് തോന്നുന്നു. അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത് അർജുനൻ. അപ്പോൾ അതാണ് പ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറയുന്നത്. ആക്ച്വലി കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ജീവാത്മാവിനെ സംബന്ധിച്ച് കൃഷ്ണനുമായിട്ടുള്ള കണക്ഷനാണ് കണക്ഷൻ, ശരിക്കുമുള്ള കണക്ഷൻ. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി അദ്ദേഹമായിരിക്കണം ആക്ച്വലി. അതുകൊണ്ട് അദ്ദേഹത്തെ പിരിയുക എന്ന് പറയുമ്പോൾ ഓക്കെ, അപ്പോൾ പരമാത്മാവായിട്ട് ശരീരത്തിൽ ഭഗവാൻ ഉണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. ഇവിടെ സിറ്റുവേഷൻ വ്യത്യാസമുണ്ട്. നമ്മുടെ കൂടെ സുഹൃത്തായിട്ട്, നമ്മുടെ ബന്ധുവായിട്ട് കൃഷ്ണൻ ഉണ്ടായിരുന്നിട്ട് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്തായിരിക്കും? പരമദൈവത്വം പുരുഷനായിട്ടുള്ള ആത്മീയ തലത്തിലുള്ള കണക്ഷനാണ് അവിടെ ഉള്ളത്. ഭഗവാൻ അവതാരം എടുത്തു വരുമ്പോൾ സാധാരണ മനുഷ്യനായിട്ടല്ല വരുന്നത്, അദ്ദേഹം ഭഗവാൻ തന്നെയാണ്. ലീലയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ അത് പ്രകടമാവുന്നുണ്ടാവില്ല എന്ന് മാത്രം. പക്ഷേ ആത്മീയ തലത്തിലുള്ള കണക്ഷൻ അപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ അതേപോലെ തന്നെയാണ്, വ്യത്യാസമില്ല. അപ്പോൾ അതാണ് ഇവിടെ അർജുനൻ അനുഭവപ്പെടുന്നത്. അർജുനന് സഹിക്കാൻ പറ്റുന്നില്ല. ശിലപ്രഭുജി പറയുന്നത് അതാണ് ഭാവാർത്ഥത്തിൽ. അതായത് കൃഷ്ണൻ ഇല്ലാതെ വേറെ ഒന്നിനും അസ്തിത്വമില്ല, അതാണ് പറയുന്നത്. കൃഷ്ണനുമായിട്ടുള്ള കണക്ഷൻ ഇല്ലെങ്കിൽ ഒന്നിനും അസ്തിത്വമില്ല. അദ്ദേഹമാണ് പരമസത്യം. എല്ലാത്തിൻ്റെയും ആ പ്രധാനപ്പെട്ട തത്വം എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത് കൃഷ്ണനാണ്. അദ്ദേഹം ഇല്ലെങ്കിൽ എല്ലാം ശൂന്യമായിട്ടാണ് തോന്നുക. എല്ലാം ശൂന്യമാണ്. എല്ലാം ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത ശ്ലോകം. ഒരു ശ്ലോകം കൂടെ നോക്കാൻ സമയമുണ്ടോ? ഓക്കെ, നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. എനിക്ക് വേറൊരു ക്ലാസ്സും കൂടെ ഉണ്ട്. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളും ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്. സോ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് എന്തെങ്കിലും റിഫ്ലക്ഷൻസ്, പോയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ജഗദ്ഗുരു ശീല പ്രഭുപാദ് കി ജയ്. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്.
എന്തെങ്കിലും ഇന്ന് ചർച്ച ചെയ്തതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. അർജുനനും ഉദ്ധവനും ഒരേപോലുള്ള അതേ ഫീലിംഗ് ആണോ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി. കേൾക്കുന്നു. വെരി ഗുഡ്, താങ്ക് യു. അതെ അതെ, ഹരേ കൃഷ്ണ. അർജുനനും പിന്നെ ഉദ്ധവരും ഒരേപോലുള്ള അതേ ഫീലിംഗ് ആണോ ഉണ്ടാവുന്നത് രണ്ടുപേർക്കും? ഫീലിങ്സ് ആണോ ചോദിക്കുന്നത്? ഓക്കെ. അതെ അതെ. രണ്ടുപേർക്കും ഒരേപോലെ, രണ്ടുപേരും ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരല്ലേ, ഭഗവാന്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും കൂടിയായിരുന്നു. അപ്പോൾ രണ്ടുപേരുടെ ഫീലിങ്സും ഏകദേശം ഇതേപോലെയാണ്. മൂന്നാമത്തെ സ്കന്ധത്തിലെ ആദ്യത്തെ 3-4 ചാപ്റ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഉദ്ധവരും കരഞ്ഞ് 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 വിഷമത്തോട് കൂടിയിട്ടാണ് വിതുരരോട് പറയുന്നത്. അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരുപാടുണ്ട്. 4 അധ്യായം. ഹരേ എന്തോ കൃഷ്ണ. എക്കോ വരുന്നുണ്ട്. എക്കോ. ഓക്കെ. അവിടെ ഉദ്ധവര് 3-4 അധ്യായങ്ങളായിട്ട് ഓരോ ലീലകളും പോലും എടുത്തു പറയുവാണ്. വൃന്ദാവനത്തിലെ ലീലകൾ പറയുന്നു, വൃന്ദാവനത്തിൻ്റെ പുറത്ത് കൃഷ്ണൻ്റെ ലീലകൾ, ഇതെല്ലാം ഉദ്ധവര് ഓർത്ത് പറയുവാണ്. ആ വിരഹത്തിൽ കൃഷ്ണൻ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ ചെയ്തു എന്നുള്ളത് പറഞ്ഞ് ഒന്നുകൂടെ വിതുരർക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ കൃഷ്ണനെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വരുന്നതെല്ലാം അദ്ദേഹം പറയുന്നു. അങ്ങനെ ഒരു സെക്ഷനുണ്ട്, നമുക്ക് കാണാം അവിടെ. മനോഹരമായിട്ടുള്ളൊരു സെക്ഷനാണ്. ഓക്കെ, താങ്ക് യു മാതാജി. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. ഭഗവാന്റെ ഇച്ഛയും കരുണയും ഇല്ലെങ്കിൽ ഒരാൾക്കും മുന്നോട്ട് വരാനോ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനോ സാധിക്കില്ല എന്നൊന്ന് മനസ്സിലാക്കാം. നമുക്ക് ഭഗവാന്റെ കരുണ എപ്പോഴും കൂടെ വേണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും ഭഗവാൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല, ശൂന്യം. അതെ, ബാക്കി ആർക്കും ഇവിടെ അഹങ്കരിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് എന്തെങ്കിലും ഉള്ളത്, ഇല്ലെങ്കിൽ ഒന്നുമില്ല. യെസ്, താങ്ക് യു മാതാജി. വേറെ എന്തെങ്കിലും? കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗോപികമാരും പറയുന്നില്ലേ ഇത് തന്നെ, ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ലേ കൃഷ്ണ ബുക്കിൽ വായിക്കുമ്പോൾ? യെസ്, ഗോപികമാരും കൃഷ്ണൻ്റെ വിരഹത്തിൽ യെസ് പറയുന്നുണ്ട്. കറക്റ്റാണ്. താങ്ക് യു. ഹരേ കൃഷ്ണ, താങ്ക് യു. ഈ അധ്യായത്തിൽ തന്നെ അർജുനൻ ഓരോന്ന് എണ്ണി പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഭഗവാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഓർത്തിട്ട് പറയുന്നുണ്ട്. ഇനി വരുന്ന ശ്ലോകങ്ങളിൽ ഇനി വരുന്ന ശ്ലോകങ്ങളിൽ അതാണ് പറയാൻ പോകുന്നത്. ഓരോരോ സിറ്റുവേഷനിൽ കൃഷ്ണൻ്റെ കൃഷ്ണൻ എന്നെ സഹായിച്ചതും ഓരോന്ന് എടുത്തെടുത്ത് പറയുന്നു, നന്ദി പറയുവാണ് അർജുനൻ. അത് നമുക്ക് കാണാം ഇനി മുന്നോട്ട്, മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങൾ. ഓക്കെ, സോ താങ്ക് യു. വായിച്ചാലും കേൾക്കുമ്പോൾ പുതിയതായിട്ട് മനസ്സിലാവുമ്പോൾ അതൊക്കെ ഓർമ്മ വരികയാണ്. തീർച്ചയായിട്ടും അതാണ് ഭാഗവതം. പ്രതി ശ്ലോകെ പ്രതി അക്ഷരേ നാനാ അർത്ഥ കരേ. ഓരോ പ്രാവശ്യം നമ്മൾ വായിക്കുമ്പോൾ പുതിയ തിരിച്ചറിവുകൾ ഉണ്ടാവും, പുതിയ റിയലൈസേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് റിപ്പീറ്റഡ്ലി നമ്മൾ വായിക്കുക. ഇങ്ങനെ വായിക്കുമ്പോൾ, കൂടുതൽ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഓക്കെ, ഒരുപാട് പുതിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും, പിന്നെ ഒരുപാട് കണക്ഷൻസ് നമുക്ക് കിട്ടും. കൂടുതൽ വായിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഈ ഒരു ഇതേപോലെ വേറെ എവിടെയോ നമ്മൾ കണ്ടിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഓർമ്മ വരും അവിടെ ഏകദേശം ഇതേപോലെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് കണക്ഷൻസ് ഒക്കെ നമുക്ക് കിട്ടും. അത് നല്ലൊരു രസമാണ്, ആക്ച്വലി നല്ലൊരു രസമാണ്. നമുക്ക് ഇതൊക്കെയാണ് എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ ആയിരിക്കേണ്ടത്. ഇങ്ങനെയുള്ള അനാലിസിസ് ചെയ്ത് ഇങ്ങനെയുള്ള ക്രോസ് കണക്ഷൻസ് കണ്ടുപിടിക്കുക. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മീയ തലത്തിലുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് അതിൽ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട്.
എനിക്കറിയാവുന്ന ആളുകളുണ്ട്. അവർ ഇതാണ് അവരുടെ ഒരു വിനോദം. കൂടുതൽ വായിക്കുക, വായിച്ചിട്ട് ഇങ്ങനെ കണക്ഷൻസ് നോക്കുക. സോ അതിൽ അവർ ഒരുപാട് ആനന്ദം കണ്ടെത്തുന്നു. സോ മനോഹരം. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരോടും നന്ദി പറയുന്നു. സിന്ധു മാതാജി, പ്ലീസ് ഗിവ് മീ പ്രീവിയസ്. ഓക്കെ മാതാജി, ആക്ച്വലി യൂട്യൂബ്